Hello all, welcome to Teacher at Home. Today class we are going to learn the first chapter of the 8th class, that is the life mysteries in little chambers. The bell rang. It is the biology period now. Manu, the class leader, peeped out of the veranda at said. അതായത് ബെല്ലടിച്ചു. അപ്പോൾ എന്താണ് ബയോളജി പീരീഡ് ആണ് ഇപ്പോൾ അല്ലേ? അപ്പൊ മനു ആരാണ്? ആ ക്ലാസ്സിലെ ലീഡറാണ്. അവൻ വേഗം വരാന്തയിലേക്ക് പോയിട്ട് അല്ലേ, ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരാന്തയിൽ പോയി ടീച്ചർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി അറിയാൻ വേണ്ടി ചെയ്യാറുണ്ട്. ടീച്ചർ ഇസ് കമ്മിങ്, ടീച്ചർ വരുന്നുണ്ട്. ഷീ ഹാസ് സംതിങ് ഇൻ ഹെർ ഹാൻഡ് ടു, അവരുടെ കയ്യിൽ എന്തോ ഒരു സാധനം നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെർ യൂഷ്വൽ വേ. അപ്പൊ എപ്പോഴും ബയോളജി ടീച്ചർ ക്ലാസ്സിൽ വരണ മുമ്പ് ആ ക്ലാസ്സിലെ പാഠത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. ഷീ ഓൾവേസ് ക്യാരി സം മെറ്റീരിയൽസ് ഇൻ ഹെർ ഹാൻഡ്. വാട്ട് ഈസ് ഷീ ബ്രിങ്ങിങ് ടുഡേ? ഇന്ന് എന്താണ് അവ കൊണ്ടുവരുന്നത്? എവരി വൺ ബിക്കെയിം ആൻഷ്യസ്. അല്ലെ, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. വെൻ ദ ടീച്ചർ എന്റർഡ് ദ ക്ലാസ്, റഹന സെഡ് ഇൻ എ ലൗഡ് വോയിസ്. അല്ലെ, ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നതും റഹന ഉച്ചത്തിൽ പറഞ്ഞു, ഐ നോ ഇറ്റ് isn't it a microscope? എനിക്കറിയാം, അതൊരു മൈക്രോസ്കോപ്പ് ആണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് മാഡം? അപ്പൊ അവൾ ടീച്ചറോട് ചോദിക്കുക, കയ്യിൽ എന്താണ്? ഐ വിൽ ടെൽ യു, ഞാൻ പറയാം. ദ ടീച്ചർ പ്ലേസ് ദ മൈക്രോസ്കോപ്പ് ഓൺ ദ ടേബിൾ ആൻഡ് ഗേവ് അതർ മെറ്റീരിയൽസ് ടു മീനു. ടീച്ചർ എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പ് ടേബിളിൽ വെച്ച ശേഷം ബാക്കി സാധനങ്ങൾ മീനുവിന് കൊടുത്തു. മാഡം ഇസ് ദ റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ. അപ്പൊ അവള് ടീച്ചറോട് ചോദിക്കുക, ഇത് വാഴയുടെ വേരല്ലേ? വെൽ, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അപ്പൊ ടീച്ചർ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ, എല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? കോശങ്ങൾ അഥവാ സെൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലെറ്റ്സ് ഒബ്സർവ് ദ സെൽ ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ത്രൂ ഇറ്റ്സ് മൈക്രോസ്കോപ്പ്. അപ്പൊ ഈ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് എന്ത് വാഴയുടെ വേരുടെ സെല്ല് നോക്കാം. ഡോണ്ട് യു റിമെമ്പർ ഹാവിംഗ് ഒബ്സർവ്ഡ് ഒനിയൻ സെൽ? അപ്പൊ നിങ്ങൾ ഈ ഉള്ളിയുടെ അല്ലെ സെല്ലൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ടില്ലേ? സിമിലർലി അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് ടു ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വാഴയുടെ വേരിന്റെ ഇത് അറിയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഓൾ റിക്വയർഡ് മെറ്റീരിയൽസ്, അതിനായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തിലുണ്ട്? ഈ ബോക്സിലുണ്ട്. ഹു വിൽ ഡു ദിസ്? ഇത് ആരാ ചെയ്യുക? ഐ വിൽ ഡു മാഡം. മനു കെയിം ഫോർവേഡ് enthusiastically. അതായത് മനു ഓടി വന്നിട്ട് സന്തോഷത്തോടെ പറയും, ഞാനിത് ചെയ്യാം മാഡം. He took the section of the root using a blade. അപ്പൊ അവൻ വേരിന്റെ ഒരു അറ്റം എടുത്തു അല്ലെ, എന്തുപയോഗിച്ച്? ബ്ലേഡ് ഉപയോഗിച്ച്. പ്ലേസ് ഇറ്റ് ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാണ്. നത്തിങ് കുഡ് ബി സീൻ. ദെൻ ഹി ടേൺ ദ നോബ് ഓഫ് ദ മൈക്രോസ്കോപ്പ്, ഫീലിംഗ് ദ ഡിസപ്പോയിന്റഡ് ഹി സെഡ്. അപ്പൊ അവൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കി, എന്നിട്ട് നോബൊക്കെ ഒന്ന് തിരിച്ചു നോക്കി. പക്ഷെ അവനൊന്നും കാണാൻ പറ്റുന്നില്ല. നോ ടീച്ചർ, നത്തിങ് ഈസ് വിസിബിൾ. ഒന്നും കാണാൻ പറ്റുന്നില്ല. വൈ വേർ Manu's attempts a failure? എന്തുകൊണ്ടാണ് മനുവിടെ പരിശ്രമം ഒരു പരാജയമായത്? ക്യാൻ യു ഹെൽപ്പ് ഹിം? നിങ്ങൾക്ക് അവനെ സഹായിക്കാൻ പറ്റുമോ? ഫോർ ദിസ് യു മസ്റ്റ് നോ ഹൗ ടു ഓപ്പറേറ്റ് മൈക്രോസ്കോപ്പ്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് അറിയണം. ഞാൻ പ്രിപ്പയർ മെറ്റീരിയൽസ് ഫോർ ഒബ്സർവേഷൻ. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് അല്ലെ, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് എടുത്തു വെക്കണം. ലെറ്റ്സ് ഫെമിലറൈസ് അവർസെൽസ് വിത്ത് ദ മൈക്രോസ്കോപ്പ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈക്രോസ്കോപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ. ഒബ്സർവ് ദ മൈക്രോസ്കോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ ആൻഡ് ഐഡന്റിഫൈ ദ ഫോളോയിങ് പാർട്സ്. അപ്പൊ ടീച്ചറുടെ സഹായത്തോടു കൂടി ഈ മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാ ഇത്? മുകളിലത്തെയാണ് ഇതെന്ത്? ഐ പീസ്. പിന്നെന്താ ഉള്ളത്? ഇത് രണ്ടും. ഐ പീസ് എന്തിനാണ്? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ അല്ലെ, നമുക്ക് അതിലൂടെ നോക്കി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഐ പീസ്. പിന്നെ നോബ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്ലൈഡോ എന്തെങ്കിലും സാധനം ഇതിലേക്ക് വെക്കുമ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോബ്. പിന്നെയോ ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെ, ഈ 3 തവണ കാണുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസ്. അതിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് അല്ലെ, ഓരോ എക്സിലും ചെറുതായിട്ട് കാണണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ വലുതാക്കാം. അതൊക്കെ ആ ലെൻസിലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, നമ്മൾ ഈ വെക്കണ സ്ലൈഡ് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ അടിയിലുള്ളതാണ് എന്ത്? സ്ലൈഡ് ആൻഡ് സ്റ്റേജ് ആൻഡ് ക്ലിപ്സ്. Then this is the mirror. Okay, this one is the mirror. Then this is the condenser. Above it is the condenser to fix it firmly. The function of a microscope, it is to magnify objects അല്ലെ. മൈക്രോസ്കോപ്പിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? കറക്റ്റ് ആയിട്ട് നമുക്ക് വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. ലെൻസസ് ആർ ഫിക്സ്ഡ് ഇൻ ദ മൈക്രോസ്കോപ്പ് ഫോർ ദിസ് പർപ്പസ്. ലെൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ലെൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെയിം ദ പാർട്ട് വേർ ലെൻസസ് ആർ ഫിക്സ്ഡ്. അപ്പൊ ലെൻസ് ഫിക്സ് ചെയ്ത പാർട്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ.
Microscope in which more than one lens is used is called compound microscope. അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ ലെൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്താ പറയുക, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. അനലൈസ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അറേഞ്ച്മെന്റ് ഓഫ് ലൈറ്റ് അല്ലെ, ആ മിറർ കൂടിയിട്ടല്ലേ ലൈറ്റ് ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. In the microscope, the part fixed below the stage is to reflect light on the material to be observed. അപ്പൊ കണ്ടൻസറുടെ ചോട്ടിൽ എന്താണുള്ളത്, ലൈറ്റ് ഫോളോ ചെയ്യാനുള്ള ഭാഗമാണ് ഉള്ളത് അല്ലെ. അറേഞ്ച്മെന്റ് വിച്ച് ഇസ് ഫിക്സ്ഡ് ഓൺ എ മെറ്റൽ റിംഗ്, ഒരു മെറ്റൽ റിംഗിലാണ് അതിൽ വെച്ചിരിക്കുന്നത്. മെറ്റലിന്റെ റിംഗിന്റെ ഉള്ളിലുള്ള 2 പ്ലെയിൻസ് ഉണ്ട് അല്ലെ. എ പ്ലെയിൻ മിറർ ടു റിഫ്ലക്ട് സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു മിററും, പിന്നെന്താണ് ഒരു കോൺകേവ് മിറർ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഷാഡോ കാസ്റ്റ് ചെയ്യാനുള്ളത്. The lens in the condenser that is fixed on the lower side of the stage അല്ലെ, സ്റ്റേജിന്റെ താഴത്തെ സൈഡിലാണ് എന്ത് ലെൻസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഡയഫ്രം എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ, കണ്ടൻസറിന്റെ ഒരു ഭാഗം ഏതാണ്, ഡയഫ്രം. അതിന്റെ ജോലി എന്താണ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ ഡയഫ്രം നമ്മൾ യൂസ് ചെയ്യണം. മാഗ്നിഫൈങ് ലെൻസ് അല്ലെ, അതിൽ എന്തൊക്കെയുണ്ട്, 10x 2x ഉണ്ട്. ഇവിടെ കണ്ടില്ലേ 2 ലെൻസ്, 10x and 2. Such marking can be seen in eyepiece. ഐപീസിലും ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എത്രമാത്രം വലിപ്പത്തിലും കാണാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഇസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്, എന്തുകൊണ്ടാണ് ഒരു കണ്ണാടി മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അപ്പൊ നമ്മൾ എന്ത് മെറ്റീരിയൽ ആണോ എടുത്തത് അതൊരു ഗ്ലാസ് സ്ലൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതെന്തുകൊണ്ടാണ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. Accuracy in using a microscope can be attained only through practice. Accuracy എങ്ങനെ നേടിയെടുക്കാം, പ്രാക്ടീസിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. Learn to operate a microscope using the permanent slides available അല്ലെ. അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെയാണ് പഠിക്കുക. ലെറ്റ്സ് പ്രിപ്പയർ ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ റിക്വയർസ് സച്ച് അക്യൂറസി ആൻഡ് പേഷ്യൻസ്. എന്താണ്, അത്രമാത്രം കറക്റ്റ് ആയിരിക്കണം അല്ലെ, നമ്മൾ എടുക്കുന്ന സാമ്പിള് പ്രോപ്പർ ആയിരിക്കണം, പിന്നെ ക്ഷമയും വേണം. Observe the illustration that shows the stages for the preparation of the slide to observe the plant cell. അപ്പൊ plant cell ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ സ്ലൈഡില്, അത് അത്രയും അക്യുറേറ്റ്ലി വേണം എടുക്കാൻ. ക്രോസ് സെക്ഷൻ ഓഫ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒബ്സർവേഷൻ മെറ്റീരിയൽ. പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ എ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. അപ്പൊ നമുക്ക് വേണ്ട മെറ്റീരിയൽ അല്ലെ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എടുക്കേണ്ടത്, അത് എടുത്ത ശേഷം അതിന്റെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെട്രി ഡിഷ് അല്ലെ ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ഇട്ട് വെക്കും. തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ, അതിൽ എന്താ ഉള്ളത്, വെള്ളം ഉണ്ട് അല്ലെ. ടേക്ക് തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അപ്പൊ നടുക്കനെ മുറിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്താ, എങ്ങനെയാ അത് സ്ക്രാച്ച് ചെയ്തെടുക്കണം, ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെ. എന്നിട്ട് വാച്ച് ഗ്ലാസ്സിലേക്ക് അത് സ്ക്രാപ്പ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. ചെറിയ അതിന്റെ ഏറ്റവും നൈസ് ആയിട്ട് വേണം നമുക്ക് എടുക്കാൻ. എന്നിട്ടാണ് നമ്മൾ അത് ഗ്ലാസ് ട്രേയില് ഇട്ട് വെക്കുന്നത്. ആഡ് 1 or 2 drops of glycerin to the side to prevent drying above the material. അപ്പൊ 1-2 തുള്ളി ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മെറ്റീരിയൽ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ് ലൈനിന്റെ ചുറ്റും അത് പരന്നിരിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ. ഒബ്സർവ് ദ സ്ലൈഡ് ഹാവ് പ്രിപ്പയർഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ മാഗ്നിഫൈങ് ലെൻസിലൂടെ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും, 10x-ലും 45x-ലും നോക്കാൻ പറ്റും അല്ലെ. 10x-ൽ നോക്കുമ്പോൾ നമുക്ക് അതൊരു ഡോട്ട് ആയിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷെ ആ ഡോട്ട് തന്നെ നമുക്ക് വലിപ്പം കൂടിയതില് ഏതിലാ 45x-ല് കാണാൻ പറ്റും. ഫൈൻഡിങ്സ് ഇമ്പോർട്ടന്റ് ആസ് കണ്ടക്ടിങ് പ്രാക്ടീസസ് ഇൻ സയൻസസ്. Discovering the cell. Robert Hooke was the first scientist who observed the cell with the help of simple microscope. അപ്പൊ റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് എന്ത് സെല്ല് കണ്ടുപിടിച്ചത് അല്ലെ. He observed the section of cork through a microscope and the tiny chambers seen in the section as cell. അപ്പൊ ഈ ടൈനി മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ ചെറുതായിട്ടുള്ള സെക്ഷൻ ചേംബറില്ലേ, ഒരു ചേംബറിനെ കണ്ടു അല്ലെ. അതിനെ അദ്ദേഹം എന്താ പറഞ്ഞ സെല്ലായിട്ട് സെല്ലെന്ന് നെയിം ചെയ്തു. Study of the cell is an extensive branch of science which is rapidly developing nowadays. അപ്പൊ സെല്ലിനെ കുറിച്ചുള്ള പഠിത്തമാണ് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയാ, സെൽ ബയോളജി എന്ന് പറയും. Remarkable findings that paid for the development of cell biology. അല്ലെ, 19ാം സെഞ്ചുറിയോട് കൂടി ഈ സെൽ ബയോളജിയുടെ ഇൻവെൻഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നു. ഗാന്ധിജി observing pathogens through a microscope.
സേവാഗ്രാം ആശ്രമം 1940. അപ്പൊ ഗാന്ധിജി എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ മൈക്രോസ്കോപ്പിലൂടെ കാണുകയാണ്. ഇറ്റ് വാസ് ദ ഇൻവെൻഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ദാൻ enabled us to observe and study. അല്ലെ? ഒബ്സർവ് നിരീക്ഷിക്കാനും കണ്ടുപിടിക്കാനും രോഗകാരികളെ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് മൈക്രോസ്കോപ്പ് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. Overcome the limitations of vision and bring the diseases to the world under control. Milestones in the history of cell biology. അപ്പോൾ സെൽ ബയോളജിന്റെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളാണ് ഈ പറയുന്നത്. റോബർട്ട് ബ്രൗൺ discovered the center of the cell and named as nucleus in 1831. അപ്പോൾ റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം ആരെ കുറിച്ച് പഠിച്ച? റോബർട്ട് ഹുക്ക് അല്ലെ? സെല്ല് ഡിസ്കവർ ചെയ്തു. പിന്നെ ആരാ? റോബർട്ട് ബ്രൗൺ. എന്താ കണ്ടുപിടിച്ച? discovered that the center of the cell and named as nucleus. center of the cellനെ എന്താ ഉള്ളത്? ന്യൂക്ലിയസ് അല്ലെ? പിന്നെ MJ Sledenov found out the body of a plant is made up of പ്ലാന്റ് ബോഡി അല്ലെ? സസ്യശാസ്ത്രം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? പ്ലാന്റ് ബോഡി സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടുപിടിച്ചത് MJ Sleden 1838. 1839 തിയോഡോഷാൻ എന്താ കണ്ടുപിടിച്ചത്? അനിമൽ സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദാറ്റ് ഈസ് ബോഡി ഓഫ് ആൻ അനിമൽ അല്ലെ? ജന്തു ശരീരം എന്തുകൊണ്ട് നിർമ്മിതമാണ്? സെല്ല് കൊണ്ട് നിർമ്മിതമാണ്. റുഡോൾഫ് വിൾച്ചോ ഒബ്സർവ്ഡ് ദ ഡിവൈഡിംഗ് സെൽസ് ആൻഡ് ഇൻഫർഡ് ദ ന്യൂ സെൽ അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. റുഡോൾഫ് വിൾച്ചോ എന്താ കണ്ടുപിടിച്ച്? ആ സെല്ലിൽ തന്നെയാണ് ഡിവിഷൻ നടക്കുന്നത് അല്ലെ? പുതിയ സെല്ലിൽ നിന്നാണ്, പഴയതിൽ നിന്ന് തന്നെയാണ് ഡിവിഷൻ നടക്കുന്നത്. സെൽ തിയറി. The cell theory was formulated by MJ Sleden and Theodore Shand. Summarizing the findings of various scientists, it put forward two main concepts. അപ്പോൾ സെൽ തിയറി ഈ രണ്ട് മെയിൻ കൺസെപ്റ്റിനും ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാ അത്? MJ Sledenനും തിയോഡോർ ഷാനും ആണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? The body of all organism is made up of cells. Cells are the structural and functional unit of organism. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ദേഹം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സെല്ല് കൊണ്ട് അല്ലെ? കോശം കൊണ്ട് നിർമ്മിതമാണ്. അതെന്തൊക്കെയാണ്? സ്ട്രക്ചറും ഫംഗ്ഷനും. ജീവജാലങ്ങളുടെ സ്ട്രക്ചറും ഫംഗ്ഷനും എന്താണ്? സെല്ലാണ്. വാട്ട് ആർ ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ സെല്ല്? സെല്ല് എന്തൊക്കെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ? പുറമേ വരുന്ന പാർട്ടിക്കിൾസിനെ തടഞ്ഞു നിർത്തും. പിന്നെന്താ? റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. നമ്മള് ന്യൂട്രിയൻസ് അല്ലെ? പോഷകത്തിൽ നിന്നും എനർജി റിലീസ് ചെയ്യും. സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ലാർജ് മോളിക്യൂൾസിനെ ചെറുതാക്കി സിന്തസൈസ് ചെയ്യും. The structure of a cell is complex enough to perform all these functions. അപ്പൊ സെല്ല് തന്നെ മതി ഇതെല്ലാ ഫംഗ്ഷൻസും പെർഫോം ചെയ്യാൻ. There are specific parts to perform each physiological function inside the cell. അപ്പൊ ഓരോ സെല്ലിന്റെ ഉള്ളിലും ഓരോ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇത് പ്ലാന്റ് സെല്ലാണ്. പ്ലാന്റ് സെല്ലിൽ എന്താ കാണുന്നത്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ സെൽ മെംബ്രെയിൻ അല്ലെ? സറൗണ്ടിങ് ദിസ് സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. Then this one is the cytoplasm, liquid, chloroplast, vacuole, then cell wall, mitochondria and Golgi complex. These are the parts seen in the plant cell. You are already familiar with the cell wall അല്ലെ? സെൽ വാളും സെൽ മെംബ്രെയിൻ ഒക്കെ നമ്മൾ നോക്കി. പ്ലാസ്മ മെംബ്രെയിനിൽ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. വാട്ട് ആർ ദ അതർ പാർട്സ്? ബാക്കിയുള്ള പാർട്ടുകൾ ഇത് ചിത്രം നോക്കി എഴുതുക. Protoplasm and cytoplasm. All substances in the cell membrane constitute the protoplasm. അപ്പോൾ സെൽ മെംബ്രെയിനിലുള്ള സബ്സ്റ്റൻസിനെ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? പ്രോട്ടോപ്ലാസം അല്ലെ? സൈറ്റോപ്ലാസം is the part of protoplasm excluding from nucleus. സൈറ്റോപ്ലാസം എന്താണ്? പ്രോട്ടോപ്ലാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലെ? സൈറ്റോപ്ലാസം എക്സ്ക്ലൂഡിംഗ് ന്യൂക്ലിയസ് ഒഴിച്ച്. All factors required for life activities are present. എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായുള്ള ജീവപ്രവർത്തികൾ നൽകുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ് അല്ലെ? All factors required for life activities are present in the cytoplasm. Cell organelles are the specific parts seen in the cytoplasm to perform physiology. അപ്പോൾ സെൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ സൈറ്റോപ്ലാസത്തിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ്. ഓരോ ഫംഗ്ഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈറ്റോകോൺട്രിയ, ഇതാണ് മൈറ്റോകോൺട്രിയന്റെ സ്ട്രക്ചർ അല്ലെ? ഇത് മൈറ്റോകോൺട്രിയനെ നമ്മൾ എന്താ പറയാറ്? പവർ ഹൗസ് ഓഫ് ദ സെല്ല്. സെല്ലിന് ആവശ്യമുള്ള എനർജിയും അത് പ്രൊഡ്യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യണത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. abundantly seen in the cells of കണ്ടമാനം നമ്മൾ ഏതിലാ കാണാറ്? എനർജി കൂടുതൽ കൺസ്യൂം ചെയ്യണത് ഏതാ? ലിവറും ബ്രെയിനും മസിൽസ് ആണ് അല്ലെ? അതിലാണ് നമ്മൾ ഈ മൈറ്റോകോൺട്രിയം കാണാറ്. പിന്നെ അടുത്തത് എന്താ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതെന്താണ്? the passage in the cell, conduction of materials inside the cells take place through these organelles. the passage in the cell അല്ലെ? സെൽസിൽ കൂടെ സെൽസിന്റെ പാസേജിനും അതിന്റെ ഒഴുക്കിനെയും പിന്നെന്താണ്? മെറ്റീരിയൽസ്, ഓരോ മെറ്റീരിയൽസിനെ സെൽസിന്റെ ഉള്ളിൽ കൂടെ കയറ്റാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ്. നോൺ ആസ് സൈറ്റോസ്കെൽറ്റൻ. ആയിട്ട് പ്രൊവൈഡ് ഫിറ്റ്നസ്. സൈറ്റോസ്കെൽറ്റൻ, സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കാനുള്ളതാണ് അല്ലെ? അപ്പൊ സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ഷേപ്പ് ആൻഡ് ഫിറ്റ്നസ് ടു ദ സെല്ല്. റൈബോസോം, സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് അല്ലെ? പ്രോട്ടീന്റെ വിഘടനം എവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് ദ സെല്ലിലാണ് നടക്കുന്നത്, റൈബോസോമിലാണ് നടക്കുന്നത് അല്ലെ?
seen either attacked to the endoplasmic reticulum or free in the cytoplasm. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കാണാറ്? ഒന്നില്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ അടുത്താണ് അത് കാണാറ്. വാക്യൂള് കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. വാക്യൂളിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഷോസ് വാട്ടർ അല്ലെ, വാക്യൂളിനെ കവർ ചെയ്തിരിക്കുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മെംബ്രെയിൻ ആണ്. അതിൽ എന്തൊക്കെയാ കാണുക? വാട്ടർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, പിന്നെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഉണ്ട്. ഗോൾഗി കോംപ്ലക്സ് കളക്ട് സെൽ സെക്രീഷൻസ് അല്ലെ. ഗോൾഗി കോംപ്ലക്സ് എന്ത് ചെയ്യും? സെൽ സെക്രീഷൻസ് എന്ന് പറയുന്നത് എന്താ? എൻസൈം, ഹോർമോൺ, മ്യൂക്കസ് in small vesicles, seen in plenty in glandular cells. ഇല്ലേ, കണ്ടമാനം എന്തിലാ കാണുന്നത്? ഗ്ലാൻഡുലർ സെൽസിലാണ് അത് കാണാറ്. Stages of development. The development of cell biology is a result of, അപ്പോൾ ഈ സെൽസിന്റെ ഗ്രോത്തും മൈക്രോസ്കോപ്പും ഇതിനൊക്കെ കൂടുതലായിട്ട് സഹായിക്കുന്നത് എന്തായിരുന്നു? ഡെവലപ്മെന്റ് ഓഫ് സെൽ ബയോളജി അല്ലെ, മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ an object up to 2000 times its size. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താ ചെയ്യുക? നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെ എത്രമാത്രം സൈസിൽ കാണാൻ പറ്റും? കൂടുതൽ 2000 മടങ്ങ് അധികം കാണാൻ പറ്റും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂട്ടിലൈസസ് ഇലക്ട്രോൺ ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് സോഴ്സ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മെയിൻ സോഴ്സ് എന്ത് തന്നെയാണ്? ലൈറ്റിന്റെ പകരം ഇലക്ട്രോൺസ് തന്നെയാണ്. With the emergence of electron microscope, which magnifies object million times clearly, we got a thorough understanding of microscopic cell organelles അല്ലെ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ കൂടുതൽ മടങ്ങ് കാണാൻ പറ്റും. The history of the microscope is the best evidence showing how science enables the development of technology. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനും ആൻഡ് വേരിയസ് സ്റ്റേജസ് തന്നെ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഹൗ ടെക്നോളജി envelop this enables the development of science. It would be very interesting to collect information and pictures of various അല്ലേ, ഇതുപോലത്തെ വേരിയസ് മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട്, സിമ്പിള്, പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. വാട്ട് ആർ ദ യൂസസ്, അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Nucleus, the regulatory center of the cell. അപ്പോൾ center of the cell, it is the nucleus which regulates the functions. Isn't it necessary to control and coordinate innumerable life activities in the cell? അല്ലേ, നമ്മുടെ സെല്ലിൽ നടക്കുന്ന കണ്ടമാനം പ്രോസസ് ഒക്കെ ആരെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ ന്യൂക്ലിയസ്. വേരിയസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ഇൻ ദ സെൽ പ്ലേ മേജർ റോൾ ഇൻ റെഗുലേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ്. അപ്പൊ സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? പ്രോട്ടീൻസ്. അത് തന്നെയാണ് ഈ എന്താണ് റെഗുലേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ്, സെല്ലിലെ വേരിയസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. Synthesis of proteins is under the control of genes. Genes in the chromatin reticulum in the nucleus. Hence, the nucleus is considered. അപ്പോൾ ന്യൂക്ലിയസിനെ നമ്മൾ എന്താ പറയുക? റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെല്ല്. പിന്നെ ഇത് കുറച്ച് പാർട്സ് ആണ്. ഇതൊക്കെയാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് എന്താ? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിന്റെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയോളസ് ആൻഡ് ക്രോമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. അപ്പോൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് എന്താ? ഫ്ലൂയിഡ് പാർട്ട്. ന്യൂക്ലിയസിന്റെ ഫ്ലൂയിഡ് പാർട്ടാണ് ന്യൂക്ലിയോപ്ലാസം. It is nucleolus and chromatin reticulum are seen here. The nucleolus, they are spherical bodies that play a major role in the synthesis of ribosome. Ribosome in the synthesis, it is breaking down നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയോളസിൽ അല്ലേ. അത് spherical bodies ആണ്. പിന്നെ nucleopore, that is seen outside. ന്യൂക്ലിയർ മെംബ്രെയിനിലാണ് അത് കാണുന്നത്. It help in the conduction to and from the nucleus. അതായത് മെറ്റീരിയൽസ് to and from the nucleus എന്നുള്ള മെറ്റീരിയൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈന്യൂട്ട് പോർസ്, ദാറ്റ് ഈസ് വിച്ച് ഇസ് സീൻ ഔട്ട്സൈഡ് ദ മെംബ്രെയിൻ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിനെ എന്താ പറയുക? ന്യൂക്ലിയർ പോർ എന്ന് പറയും. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇറ്റ് ഈസ് എ ഡബിൾ ലെയർ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കവർ ചെയ്യണ ഡബിൾ ലെയർ മെംബ്രെയിൻ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ക്രോമാറ്റിൻ റെറ്റിക്കുലം, ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം അല്ലെ. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന നെറ്റ്വർക്കിന് എന്താണ് പറയുക? ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്യാരി ജീൻസ്. Prokaryotic and eukaryotic. In the cells of bacteria, cyanobacteria, mycoplasma, no nucleus is seen. And these organs are called prokaryotic. അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ ഏതിലേക്കാണ്? അത് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ, അതിനെയാണ് പറയുന്നത് പ്രോകാരിയോട്സ്. പക്ഷെ എന്താണ്? അമീബ, ആനിമൽസും പ്ലാന്റ്സും അതിലൊക്കെ എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലെ, കവർഡ് ബൈ മെംബ്രെയിൻ. അപ്പൊ അതിനെന്താ പറയാ? യൂകാരിയോട്സ് എന്ന് പറയും. Those who change color and taste. That is what is seen here, biomembranes. Don't we see the cell has a membranous covering. This covering separate the cell from its adjacent cell. ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ബയോമെംബ്രെയിൻസ്, that is membranous covering ആണ്. Not only the cell but the nucleus and many of the cell organelles have the membranous covering. This biomembranes regulate the exchange of materials. അപ്പോൾ അതിന് എന്ത് സഹായിക്കുക? Materials exchange between the cells and the organelles and cytoplasm are called selectively permeable membrane as they allow only the essential materials. പെർമിയബിൾ എന്ന മെംബ്രെയിൻ എന്ന് പറയാൻ കാരണം എന്താണ്? എസെൻഷ്യൽ മെറ്റീരിയൽസിനെ മാത്രമേ അത് അലോ ചെയ്യുള്ളൂ അല്ലെ. Haven't you had such a doubts? Is the reason?
Indicators ഏതാ? plastids in the plant cells അല്ലേ? Indicators എന്ന് പറയുമ്പോൾ plastids in the plant cells, pigments in the chloroplast, chromoplast in sunlight, change of color and taste in fruits. ഇതൊക്കെയാണ് indicators. Plastids are the cell organisms that is exclusively found in the plastids എന്ന് പറയുന്നത് എന്താണ്? cell organelles ആണ്. എവിടെ കാണുന്നത്? plant cellsലാണ് അത് കാണാറ്. അത് 3 തരമുണ്ട്. ഏതൊക്കെയാണ്? chromoplast, chloroplast, leucoplast. chromoplast എന്ന് പറയുന്നത് എന്താണ്? color to the flowers and fruits അല്ലേ? chromoplast imparts colors, flowers and fruits color impart ചെയ്യും. 3 കളർ എന്തൊക്കെയാ? xanthophyll എന്ന് പറയുന്നത് യെല്ലോ കളർ, കെരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്. xanthophyll എന്താണ്? യെല്ലോ കളർ, കെരോട്ടിൻ എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസയനിൻ റെഡ് പർപ്പിൾ. Certain pigments in the chromoplast. Various ranges of the pigments impart various colors to various parts of the plant. Leucoplasts have plastids having no specific. Leucoplasts എന്ന് പറയുന്നത് എന്താണ്? plastids ആണ് അല്ലേ? അതിന് പ്രത്യേകമായിട്ട് സ്പെസിഫിക് കളേഴ്സ് ഒന്നും ഇല്ല. Leucoplasts are seen in plenty in the cells which food materials are stored. As fruits ripen, chromoplast change into the chloroplast എന്തായിട്ട് മാറും? chromoplast ആയിട്ട് മാറും. Starch ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? sugar ആയിട്ട് കൺവേർട്ട് ചെയ്യും. Behind the change in the color and taste of fruits. Haven't you learned about cell organelles that perform different physiological functions in the plant cell? അല്ലേ? അനിമൽ സെൽസിനെ പോലെ പ്ലാന്റ് സെല്ലും വേരിയസ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യും. ഇനി അനിമൽ സെൽസിന്റെ സ്ട്രക്ചർ കണ്ടിരിക്കുന്നത് അല്ലേ? ഇതിലെന്തുണ്ട്? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ദിസ് ബെൻഡഡിറ്റിസ് ഗോൾഗി കോംപ്ലക്സ്, then lysosome, mitochondria, cytoplasm, ribosome and centrosome. Centrosome is a cell organelle that is found അല്ല അപ്പോൾ അനിമൽ സെൽസിൽ മാത്രം കാണുന്നത് എന്താണ്? സെൻട്രോസോം ആണ്. The centrioles that play a major role in the cell division also in the centrioles ആണ് അതിൽ മേജർ റോള് പ്ലേ ചെയ്യുന്നത്. Lysosome contains a digestive enzyme required for the destruction. Lysosome എന്ന് പറയുന്നത് എന്താണ്? ഡൈജസ്റ്റീവ് എൻസൈം ആണ് അല്ലേ? എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ദേഹത്തേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ, സീൻ ഇൻ അനിമൽ സെൽസ് എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ് ലൈസോസോം. Illustration like the showing difference അതുപോലെ പ്രൊക്കാരിയോട്ടിക്കും യൂക്കാരിയോട്സിൻ്റെയൊക്കെ ഡിഫറൻസ് എഴുതുക, ക്യാരക്ടേഴ്സ്, പിന്നെന്താ സ്ട്രക്ചറും ഫംഗ്ഷനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. The unity of micro level is a clear evidence in the relationship. That's all we learn about the various type of cell, various type, where are they found, and the different functions that is being seen in the plant cell and the animal cell. That's all about this chapter. If you are interested, please do share, like and subscribe my channel. Okay, thank you.